ഹലോ, ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വൈറ്റ് കളറിലെ സാരിയിൽ വർക്ക് ചെയ്താണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ നമ്മൾ പ്ലെയിൻ സാരി മെറ്റീരിയൽസ് അവൈലബിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ കളേഴ്സും ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇനി ഇല്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതെടുത്ത് വെക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സാരി കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരി ഈ ഒരു വൈറ്റ് കളറിലെ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന് നമ്മൾ എല്ലാ സാരീസിലും ചെയ്യുന്നത് പോലെ ഇതിന്റെ ഒരു എൻ പോർഷൻ നമ്മൾ ചെറിയ സ്കാലപ്പ് കൊടുത്താണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുന്താണി പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവർ ഡിസൈനാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു രണ്ട് ഫ്ലവറും രണ്ട് ലീഫും ഒക്കെ വരുന്ന പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡിൽ വരുന്ന ഒരു മൂവാ ഷെയ്ഡിലൊക്കെ വരുന്ന പോലത്തെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട്സ് ചെയ്തിരിക്കുന്നത്. നിറച്ചും തിക്കായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുവാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഫോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ലീവ്സും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഈ പറഞ്ഞത് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഇത്രയും ഫ്രഞ്ച് നോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നോർമലി ഒരു ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആയിട്ടുള്ള തന്നെ ഒരു വർക്കാണ്. വലിയ ഹെവി വർക്കാന്നല്ല പറഞ്ഞത്, എന്നാലും കാണുന്ന അത്രയും സിമ്പിൾ അല്ല ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതിന്റെ ഒരു ഫ്ലവർ കൂടെ അതുപോലെ സെയിം വലിപ്പത്തിലുള്ള ഒരു ഫ്ലവർ കൂടെ നമ്മൾ ഇത് ഈ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ മുന്താണിയുടെ മറ്റേ അറ്റത്താണെങ്കിലും ഈ സെയിം ഫ്ലവർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുന്താണിയുടെ അപ്പുറത്തെ വശത്തും ഈ ഒരു ഫ്ലവർ അതുപോലെ തന്നെ സെയിം വലിപ്പത്തിൽ തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മുന്താണി പോർഷനിൽ മൊത്തം 3 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മൾ 3 ഡിസൈൻസാണ് വീണ്ടും ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഗ്യാപ്പ്, ഇത്രയുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിങ്ങനെ 3 ഡിസൈൻസ് ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട്, അതായത് നമ്മൾ ആ ഒരു താഴേന്ന് ഫ്ലീറ്റ് ആ ഒരു മുന്താണിയിലോട്ട് കയറി വരുന്ന ആ ഒരു ഫ്ലീറ്റഡ് പോർഷനിൽ ഫുൾ ആ താഴെ തൊട്ട് മുകളിൽ വരെ വരുന്ന പോലെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ ഒരു ചെസ്റ്റ് പോർഷൻ ഫുള്ള് ആയിട്ട് കാണാവുന്ന പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ വർക്ക് ആണെങ്കിലും ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫ്രഞ്ച് നോട്ട് ആയതുകൊണ്ട് തന്നെ വർക്ക് ഇച്ചിരി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ഈ സെയിം വർക്ക് തന്നെ ഒരു സ്റ്റാൻഡിങ് പോസിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സാരിയിൽ നമ്മൾ മൊത്തം 7 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സാരിക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വിത്ത് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസിൽ നമ്മൾ ഫ്ലവേഴ്സ് സിംഗിൾ ഫ്ലവറും 2 ലീഫും വരുന്ന പോലെയാണ് വിത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാരിയിൽ ചെയ്ത ഡിസൈൻസിനൊക്കെ ഇതുപോലത്തെ 2 ഫ്ലവേഴ്സ് വരുന്ന പോലെയായിരുന്നു ബ്ലൗസിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു സിംഗിൾ ഫ്ലവർ വരുന്നത് പോലെയുണ്ട്. 2 സ്ലീവിലും ഇതുപോലൊരു ഡിസൈൻ വരുന്ന പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തൊരു സാരിയാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിസൈൻസിനാണെങ്കിലും അതുപോലെ നമ്പർ ഓഫ് ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും അവരുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സാരിയിലും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്.
ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ സാരീസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കളർ കോമ്പിനേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിലെ സാരീസ് അതുപോലെ തന്നെ വേണം, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നോർമലി നമ്മളൊരു ഓർഡർ തന്നാൽ 30 ഡേയ്സിനുള്ളിലാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ എൻക്വയറി ചെയ്യാറുണ്ട്, നമ്മുടെ എത്ര ദിവസം എടുക്കും ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ റെഡി ആയിട്ട് അവൈലബിൾ ആണോ സാരീസ്. നമ്മൾ പൊതുവെ നമുക്ക് അങ്ങനെ റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരീസ് കുറവാണ്, നമ്മൾ കൂടുതലും കസ്റ്റമൈസ് ചെയ്താണ് ചെയ്യാറ്. അത് നമുക്ക് ഈ ഒരു കസ്റ്റമൈസ് ഓർഡേഴ്സ് ഓൾറെഡി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ സാരീസ് കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ അങ്ങനെ അല്ലാത്ത സാരീസ് ഇടുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ അത് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ഡിസ്പാച്ച് ചെയ്യുന്ന പോലത്തെ സാരീസ് കിട്ടും. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പർട്ടിക്കുലർ മെറ്റീരിയൽ പർട്ടിക്കുലർ ഡിസൈൻ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡിസൈൻസിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതും അത് ഇന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അതനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇതുപോലത്തെ സാരീസും ഇതുപോലത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.